ചിക്കൻ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതില് ഹേയ് ഗുഡ് പീപ്പിൾ, അപ്പം നമുക്ക് ഇന്ന് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഫ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറെ വീഡിയോസിലൊക്കെ പല പല റെസിപ്പീസ് കണ്ടു, പക്ഷെ നമുക്ക് ഇന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാമേ. അപ്പം ഒട്ടും ടൈം കളയണ്ട, നമുക്ക് ഇപ്പൊ തന്നെ വീഡിയോയിലോട്ട് വെക്കാം. അപ്പം വാ, ആദ്യമേ നമുക്ക് ചിക്കൻ നല്ലതായിട്ട് കുത്തി കൊടുക്കാവേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മൾ ഇടുന്ന മസാല നല്ലതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലതായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി ചിലരാണെങ്കിൽ നമ്മുടെ ഈ ഇടിക്കുന്ന സാധനം ഇട്ട് ഹാമർ ഇട്ടിട്ട് നല്ലതായിട്ട് അടിച്ചെടുക്കും. നമുക്ക് ഇത് ജസ്റ്റ് ഇത് ആക്കിയാലും മതി കേട്ടോ. നല്ലതായിട്ട് കുത്തി ആക്കാം. നമ്മുടെ ആ മസാല നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ ആക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾ റെഡിയാക്കാവേ. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ മസാല നമ്മൾ നോർമലി എന്താ പറയുന്നത് ചിക്കൻ നമ്മൾ അൽഫാമോ അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ മസാലകളും, മല്ലിപ്പൊടിയും നമ്മുടെ ഇത് മസാലപ്പൊടി, പിന്നെ കുറച്ച് ടർമറിക്, കുറച്ച് പെപ്പർ പൗഡർ, അത് എരിവിന് വേണ്ടി നമ്മൾ ഓൾറെഡി മുളക് പൊടി ഇട്ടേക്കുന്നുണ്ട്, അത്രയ്ക്ക് ഒത്തിരി അങ്ങ് വേണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ നമ്മൾ വെള്ളത്തിന് പകരം തൈരാണ് യൂസ് ചെയ്യുന്നത്. തൈര് ഇട്ട് നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ലതായിട്ട് എന്താ പറയുന്നത് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പം തൈര് നമ്മൾ വെള്ളത്തിന് പകരം തൈര് യൂസ് ചെയ്ത് എപ്പോഴും മാറിനേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഇടാം. ഇപ്പം ഞാനിവിടെ ഇടുന്നില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ചിലർ മാറിനേറ്റ് ചെയ്യുമ്പോൾ ഇടാറുണ്ട്, ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. നമ്മൾ ഇത്ര സംഭവങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നമ്മുടെ ചിക്കനകത്തിൽ നല്ലതായിട്ട് മാറിനേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ഇപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. ഇപ്പം നമ്മൾ ഓവർനൈറ്റ് വെക്കുന്നില്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ 1 hour അത്രേ ഞാനിപ്പോൾ വെക്കുന്നുള്ളൂ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, കാരണം നല്ലതായിട്ട് ടെൻഡർ ആവും, മസാല എല്ലാം പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് എന്താ തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ഇടുന്നതിന് പിന്നെ ഞാൻ ജസ്റ്റ് ഉപ്പൊക്കെ നോക്കിയായിരുന്നു കറക്റ്റ് ആണോ എന്ന്. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് ആരും ഉപ്പൊന്നും നോക്കാൻ നിൽക്കല്ലേ. ചിക്കൻ ഇടുന്നതിന് പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അതിനാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്. ചിലർ ചിക്കൻ അകത്തിൽ തന്നെ മസാല എല്ലാം ഇട്ട് എന്താ അങ്ങനെ ചെയ്യും. പക്ഷെ ഉപ്പൊക്കെ നോക്കണമെങ്കിലൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോ ചിക്കനും നമ്മൾ മസാല കംപ്ലീറ്റ്ലി തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ സെറ്റാക്കി മാറിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 1 hour, നമുക്ക് അധികം ടൈമില്ല, അതുകൊണ്ട് നമ്മൾ എളുപ്പം ഒരു 1 hourലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി മാറിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ബുഷ് എന്ന് പറഞ്ഞ് ഷഡേ എന്ന് പറഞ്ഞ് എല്ലാം സെറ്റാക്കി എടുക്കാം. ഇനി നമ്മുടെ ഇഫ ചിക്കൻ്റെ മെയിൻ പാർട്ട്, ആ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാതെ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് ഇട്ടിട്ട് അതിനകത്തിൽ കുറച്ച് ഗാർലിക്, നമ്മൾ ആവശ്യത്തിന് ഗാർലിക് ഇടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അധികം ഗാർലിക് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഗാർലിക്, കുറച്ച് ബട്ടർ, പിന്നെ മെയിൻ സംഭവം നമ്മുടെ ചീസ്. പലരും എന്താ പറയുന്നത് ചീസ് സ്ലൈസ് ആണ് ഇട്ടത്, പക്ഷെ ഞാൻ ഇവിടെ എടുക്കുന്നത് എന്തായാലും നമ്മുടെ ക്യൂബായിട്ടുള്ള ഇങ്ങനെ കിട്ടുന്ന ചീസാണ്. അപ്പം ഇതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി ഒന്ന് അടിച്ചെടുക്കും. അപ്പം നമ്മുടെ വൈറ്റ് സോസ് സെറ്റ് ആവട്ടോ. അപ്പം നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ആ ഒരു സോസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമായിട്ടുമല്ല, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടല്ല. അപ്പം നമുക്ക് ഇത് സെറ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ മാറിനേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതെടുത്ത് ജസ്റ്റ് ഫ്രൈ ചെയ്യുക, ഇത് സ്പ്രെഡ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കുബൂസ് എന്തെങ്കിലും കൂട്ടത്തിൽ നമ്മൾ മാറിനേറ്റ് ചെയ്ത നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 1 hour കംപ്ലീറ്റ്ലി നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1 hourന് ശേഷം നമ്മൾ എടുത്ത കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഇവിടെ ഗ്രില്ല് ചെയ്യാനൊന്നും നമ്മുടെ സാധനമില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഓയിലും ബട്ടറും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ഇനി നമ്മൾ ഓയിലും ബട്ടറും കൂടി ഒഴിച്ചതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ.
ഇതിനി ഒരു എന്താ പറയുന്നത്, ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അടുത്ത തിരിച്ചിട്ട് നമ്മൾ അടുത്ത സൈഡ് ഒരു ഫ്രൈ ആക്കി, ഇങ്ങനെ 2 സൈഡും നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ അടുത്ത ഡ്യൂട്ടി അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് അടച്ചൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. നമ്മൾ ഓവർ ഓയിൽ ഒഴിച്ചിട്ടില്ല, കാരണം ഓൾറെഡി നമ്മൾ മാറിനേറ്റ് ചെയ്ത ടൈമിലും ഓയിൽ ഒഴിച്ചുന്നുണ്ട്. കൂടുതൽ ഇപ്പോൾ ഈ ടൈമിൽ നമ്മൾ ബട്ടറാണ് കൂടുതൽ ഒഴിച്ചു, ബട്ടറും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസ് എല്ലാത്തിലോട്ട് ആഡ് ചെയ്യാവേ. നമ്മുടെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. രണ്ടും സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തെങ്കിലും അടിപൊളിയാണ്. കാണുമ്പോഴേ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചും കൂടി നോക്കാം ഇനി. അങ്ങനെ നമ്മൾ സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും കൊള്ളാം കേട്ടോ. നമ്മളിതിന് മന്തിയുടെ റൈസും കൂടി ഓർഡർ ചെയ്തു, അതിൻ്റെ കൂട്ടത്തിലൂടെ ശരിക്കും കൊള്ളാം. അടിപൊളി. ഉണ്ടാക്കാനാണെങ്കിലും നല്ല സിമ്പിൾ ഈസി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.